ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡച്ചുകാർ ഏതു ഭരണാധികാരിയുമായിട്ടാണ് മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചത്? ഡച്ചുകാർ ഏതു ഭരണാധികാരിയുമായാണ് മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചതെന്നാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1753. 1753 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്ന മലബാറിലെ ഔഷധസസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥത്തിൻ്റെ രചന നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്ന മലബാറിലെ ഔഷധസസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥത്തിൻ്റെ രചന നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? അഡ്മിറൽ വാൻ റീഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ ബ്രാഹ്മണൻ. താഴെ തന്നിരിക്കുന്നതിൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ ബ്രാഹ്മണൻ. ആൻസർ ഓപ്ഷൻ ഡി ഇവരല്ല. അപ്പുഭട്ട്, വിനായകഭട്ട്, രംഗഭട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന. തെറ്റായത് ഓപ്ഷൻ ഡി, മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം എന്നുള്ളത്. ശരിയായവ, ഈ ഗ്രന്ഥത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങിനെക്കുറിച്ചാണ്. ഈ ഗ്രന്ഥം ലാറ്റിൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. 1678 ആംസ്റ്റർഡാമിൽ നിന്നാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. ശരിയായ പ്രസ്താവനകൾ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളം പരിഭാഷകൾ പ്രസിദ്ധപ്പെടുത്തിയ സർവകലാശാല ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളം പരിഭാഷകൾ പ്രസിദ്ധപ്പെടുത്തിയ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഡച്ച് ആധിപത്യത്തിന് തടസ്സമായി മാറിയത്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഡച്ച് ആധിപത്യത്തിന് തടസ്സമായി മാറിയത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. കേരളത്തിലെ ഡച്ച് ആധിപത്യത്തിന് തടസ്സമായി മാറിയത് മാർത്താണ്ഡവർമ്മയുടെ സൈനിക ശക്തി, ബ്രിട്ടീഷ് ഫ്രഞ്ച് ശക്തികളുടെ കടന്നുവരവ്, നാട്ടുരാജ്യങ്ങൾ പോർച്ചുഗീസ് കാലത്തേക്കാൾ സൈനിക ശക്തി നേടിയത്, ഇവയെല്ലാമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഡച്ചുകാരുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്നതിൽ ഡച്ചുകാരുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴി തുറന്നു. തെറ്റായത്. ശരിയായ നോക്കൂ. ഡച്ചുകാരുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകളാണ്. പോർച്ചുഗീസുകാരേക്കാൾ സാമർത്ഥ്യവും സ്വഭാവശുദ്ധിയും ഉള്ള ഉദ്യോഗസ്ഥർ. പോർച്ചുഗീസുകാരേക്കാൾ ഡച്ചുകാരുടെ മതനയം സഹിഷ്ണുതാപരമായിരുന്നു. തീരപ്രദേശങ്ങളിൽ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യമൊരുക്കി. താഴെ തന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ എവിടെയാണ് ഡച്ചുകാർ കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചത്? താഴെ തന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ എവിടെയാണ് ഡച്ചുകാർ കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചത്? പള്ളിപ്പുറം. ഡച്ചുകാർ കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചത് പള്ളിപ്പുറത്ത്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൽ ഡച്ച് ഭരണത്തിൻ്റെ ഫലമല്ലാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൽ ഡച്ച് ഭരണത്തിൻ്റെ ഫലമല്ലാത്തത്? പപ്പായ, അടയ്ക്ക, പേരയ്ക്ക എന്നീ വിളകൾ പ്രചരിപ്പിക്കപ്പെട്ടു. ആൻസർ പപ്പായ, അടയ്ക്ക, പേരയ്ക്ക എന്നീ വിളകൾ പ്രചരിപ്പിക്കപ്പെട്ടു. താഴെ തന്നിരിക്കുന്ന ഏത് ക്ഷേത്രത്തിലാണ് ഡച്ചുകാർ സംഭാവനയായി നൽകിയ വലിയ 2 മണികൾ ഉള്ളത്? താഴെ തന്നിരിക്കുന്ന ഏത് ക്ഷേത്രത്തിലാണ് ഡച്ചുകാർ സംഭാവനയായി നൽകിയ വലിയ 2 മണികളുള്ളത്? വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. കേരളത്തിൽ തെങ്ങു കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ. കേരളത്തിൽ
തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ. ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ. ഇമ്മാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസി. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസി. മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചതാര്? ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ. ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ഡോക്ടർ K.S. മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ K.S. മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം.